സ്വാമിയേ ശബരിമല നടയിൽ നട തുറന്ന് ഒരാഴ്ച പിന്നിടുമ്പോൾ സന്നിധാനത്ത് ദർശനം നടത്തിയത് 6.5 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തർ. ഇന്നലെ അവധി ദിനത്തിൽ പകൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് കുറവായിരുന്നുവെങ്കിലും രാത്രിയുടെ കൂടുതൽ അയ്യപ്പ ഭക്തർ ദർശനം നടത്തി. ആകെ 79,575 പേരാണ് ഇന്നലെ ദർശനം നടത്തിയത്. കൂടുതൽ വിശദാംശങ്ങളുമായി രജിത്ത് സന്നിധാനത്ത് നിന്നും തത്സമയം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. രജിത്ത്, ഈ തിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട്, അത് ആശ്വാസകരം തന്നെ. മഴ സന്നിധാനത്തുണ്ട്, അതിൻ്റെ ഭാഗമായി എന്തൊക്കെ മുൻകരുതൽ എടുത്തിട്ടുണ്ട്? ഇന്നത്തെ ഈ പ്രഭാതത്തിലെ തിരക്ക് എങ്ങനെയാണ്? മാത്രമല്ല, കഴിഞ്ഞ ദിവസം ചേർന്ന സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഇന്നുണ്ടാകും? രാജേഷ്, ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമായി തന്നെ തുടരുന്നു. ഇന്നലെ മാത്രം 79,575 അയ്യപ്പ ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. നമുക്കറിയാം, മഴ ഒരു വലിയ വെല്ലുവിളിയായി തന്നെ തുടരുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആരംഭിച്ച മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. ചെറിയ മഴ, ചാറ്റൽ മഴയായി ആരംഭിച്ച് വലിയ മഴയും ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നത് അയ്യപ്പ ഭക്തർക്ക് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടന്നു വരുന്നതിന് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഇത് തന്നെ ആയാലും ശബരിമലയിലേക്ക് അയ്യപ്പ ഭക്തർ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച കൂടി കാണാനുണ്ട്. നനഞ്ഞാണെങ്കിലും ശബരിമലയിൽ അയ്യനെ തൊഴാനായി അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മാത്രം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 79,000-ഓളം അയ്യപ്പ ഭക്തർ ദർശനം നടത്തി. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവ് അയ്യപ്പ ഭക്തർ ദർശനം നടത്തിയത് ഇന്നലെയാണ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അവധി ദിനമായിരുന്നിട്ട് കൂടി ഇന്നലെ അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ കുറവായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അയ്യപ്പ ഭക്തർ തീർത്തും കുറവായിരുന്നു ശബരിമലയിൽ ദർശനത്തിനായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ സുഗമമായ ദർശനം അവർക്ക് സാധ്യമാവുകയും ചെയ്തു. വൈകുന്നേരത്തോടു കൂടി അല്പം തിരക്ക് അനുഭവപ്പെട്ടെങ്കിലും സുഗമമായി അവർക്കും ദർശനം നടത്താൻ കഴിഞ്ഞു എന്നതാണ് പ്രധാന കാര്യം. ഇന്നലെ മാത്രം 10,000-ഓളം സ്പോട്ട് ബുക്കിങ്ങുകൾ മാത്രം ഉണ്ടായിരുന്നു. അത് സ്പോട്ട് ബുക്കിങ്ങുകളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിന് 3-അംഗ കമ്മിറ്റിക്ക് കഴിഞ്ഞ ദിവസം ചേർന്ന അവലോകന യോഗം തീരുമാനമെടുക്കുകയും അവ പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴിയും അല്ലാതെയും ശബരിമലയ്ക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം കണക്കാക്കിയ ശേഷമാണ് അവർ സ്പോട്ട് ബുക്കിങ്ങിന് അനുമതി നൽകുന്നത്. സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇന്നലെ 10,000-ഓളം കടന്നു എന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ 20,000 വരെയാണ് സ്പോട്ട് ബുക്കിങ്ങിന് അനുമതി നൽകിയിരുന്നത്. ഇന്നലെയാണ് ഏറ്റവും കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് നടക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ 3-അംഗ സമിതിയുടെ തീരുമാനപ്രകാരമായിരിക്കും ഈ സ്പോട്ട് ബുക്കിംഗ് തുടർന്നും നടക്കുക. അവർ ഇവിടെ എത്തുന്ന തിരക്കും അയ്യപ്പ ഭക്തരുടെ തിരക്ക് വിലയിരുത്തിയതിന് ശേഷമായിരിക്കും സ്പോട്ട് ബുക്കിങ്ങിന് കൂടുതൽ അനുമതി നൽകുക. എന്ന് തന്നെയായാലും ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കുമ്പോഴും മഴ ഒരു വലിയ വെല്ലുവിളിയായി തുടരുകയാണ്. കൂടുതൽ അയ്യപ്പ ഭക്തർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൂടുതൽ അയ്യപ്പ ഭക്തരാണ് ഇപ്പോഴും കൂടുതലായി ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സുഖദർശനം തന്നെ രാവിലെയും തുടരുന്നുണ്ട്. നമുക്കറിയാം, കൂടുതൽ അയ്യപ്പ ഭക്തരെ നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും ഇപ്പോൾ വരുന്ന അയ്യപ്പ ഭക്തരുടെ തിരക്ക് കുറവായതിനാൽ തന്നെ സുഗമമായ ദർശനം എല്ലാവർക്കും സാധ്യമാവുകയാണ്. രജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ശ്രദ്ധിക്കുക, ശബരിമലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കുക. അവിടുത്തെ തിക്കും തിരക്കും ഒക്കെ കണ്ടറിഞ്ഞ് വെർച്വൽ ക്യൂ ഒക്കെ ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ പോവുക. സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ ഒരു അന്തിമ തീരുമാനം വന്നിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ശബരിമലയിലേക്ക് പോകാനും അതിന് തയ്യാറെടുക്കാനും.